ഹലോ ലുലു മാളിൽ ഓഫർ സെയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ പോയിരുന്നത്. അന്ന് 1 മണിക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ 7 മണിക്കാണ് കേട്ടോ വൈകിട്ട് പുറത്തിറങ്ങിയത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ചോപ്പർ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. 149 രൂപയുടെ ചോപ്പർ. അതെടുത്ത ശേഷം ഡാർക്ക് ഫാൻറ്റസി ഇതൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ. ഈ ഡേറ്റ്സ് ഇല്ലേ, ഈത്തപ്പഴം, അതൊക്കെ നല്ല പ്രൈസ് കുറവുണ്ട്. ചില സാധനങ്ങളൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ അറിയുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഓഫർ നോക്കിയെടുക്കാം. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ലാഭം ഉണ്ടായി തോന്നില്ല. എന്ന് പറഞ്ഞാൽ ഓഫറുള്ള സാധനങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പിന്നെ അവർ വെച്ചിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ നമ്മൾ ചോദിച്ച് തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതേ ഫ്രൂട്ടിൻ്റെ ആ ഒരു 1.75 ലിറ്റർ ഉണ്ട്. അതൊക്കെ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 62 രൂപയുള്ളൂ. പിന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ് അത് നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 5 ലിറ്ററിനാണ് കേട്ടോ 221 രൂപ. പുറത്ത് ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ വെളിയിലായിട്ട് 275 രൂപയാണ് കേട്ടോ അതിൽ കാണിച്ചത്. ഇവിടെ 221 രൂപയുള്ളൂ. ഫുഡിൻ്റെ കൗണ്ടർ ആണെങ്കിലും നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. 269 രൂപയാണ് തോന്നുന്നു ഒരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് വെച്ചതൊക്കെ. അപ്പോൾ പുറത്തൊക്കെ ഇപ്പോൾ നല്ല പ്രൈസാണ്. ചിക്കനൊക്കെ 320 രൂപയാണ് കേട്ടോ. 2 കിലോൻ്റെ അടുത്തെന്തോ വാങ്ങിയത് തന്നെ. അപ്പോൾ ഇത്രയും കുക്ക് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ച ഒരു ചിക്കൻ ഈ പ്രൈസിനൊക്കെ ലാഭമായിരുന്നു. കേക്കും കാര്യങ്ങളും സ്വീറ്റ്സും അതുപോലെ പിക്കിൾസൊന്നും പറയണ്ട, അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇവരുടെ കഴിക്കാനായിട്ട്. ഒന്നും പറയാനില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മേടിച്ചതൊക്കെ. അതുപോലെ ഇവിടെ ഈ സോസേജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ചിക്കനൊക്കെ വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ അതുപോലെ എണ്ണയിലിട്ട് പൊരിച്ചാൽ മാത്രം മതി. അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. ഏകദേശം എല്ലാം പ്രൈസ് കുറവ് തന്നെയായിരുന്നു. അതുപോലെ ഐസ്ക്രീം അതെല്ലാം പ്രൈസ് കുറവായിരുന്നു. നമ്മളൊരു 1000-2000 രൂപയ്ക്ക് വാങ്ങിക്കാമെന്ന് കരുതി പോയി കഴിഞ്ഞാൽ ഒരു അതിൻ്റെ ഇരട്ടീൻ്റെ മേലെ ആവും കേട്ടോ പ്രൈസ്. എല്ലാം കാണുമ്പോൾ നമുക്ക് എടുക്കാൻ തോന്നും. പിന്നെ ഈ കാണുന്നൊരു ബോക്സ് അത് നല്ല അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. ഒരു 5 പീസാണ് ഇതിൽ വരുന്നത്. 199 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതെനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല കളറും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ടും. നല്ല എയർ ടൈറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയും ഒരുപാട് ഇതുപോലെ ബോക്സും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഡേറ്റ്സ് ഫ്രണ്ടിലും അത് കഴിഞ്ഞിട്ട് ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഫർ നോക്കി എടുക്കുക, എവിടെ നല്ലതെന്ന് നോക്കിയിട്ട് ഓഫർ നോക്കിയിട്ട്. അത് കഴിഞ്ഞത് നമ്മൾ പച്ചക്കറി ഫ്രൂട്ട്സ് ആ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി സവോളയൊക്കെ 19 രൂപയുള്ളൂ കേട്ടോ. അതുപോലെ പഞ്ചസാര 46 എങ്ങാണ്ടാണ് പുറത്ത് കടയിൽ. പക്ഷെ ഇവിടെ 40 രൂപയാണ് കിലോ വരുന്നത്. അതുപോലെ വാട്ടർ മെലൺ പുറത്തുള്ളതിനേക്കാളും കുറച്ച് പ്രൈസ് കൂടുതലായി തോന്നി. ഈ സാധനം എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. തക്കാളിൻ്റെ ചെറുതുപോലെ ഉണ്ട്. പ്രൈസ് പേരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നടന്ന് ആകെ എല്ലാവരും തളർന്നു. അതായത് കൂടുതൽ തിരക്കിൻ്റെ കാരണമാണ് കേട്ടോ. തിരക്കില്ലാത്ത ടൈമിലാണെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവില്ല. തിരക്കും കൂടി ആയപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ ടവല് കാര്യങ്ങൾ ഇനി ഒന്നും ഇല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഏകദേശം സാധനങ്ങൾക്കൊക്കെ ഓഫറും ഉണ്ട്. പിന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ ഈ ചിക്കൻ നൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങി ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ വീണ്ടും ഇറങ്ങിയത്. പിന്നെ ഈ കേക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് കേക്കുകളുണ്ട് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഓരോന്ന് എടുക്കണം എന്നുണ്ടാവും. പക്ഷെ ഇതെല്ലാം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് ബില്ല് പേ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരുപാട് ബില്ലാവും. എല്ലാം കാണുമ്പോൾ എടുക്കാൻ തോന്നുന്നുണ്ട്. അത്രത്തോളം കാണുമ്പോഴും നല്ല വൃത്തിയായിട്ട് വെച്ചിട്ടുമുണ്ട്. കണ്ടാൽ എടുക്കാനും തോന്നും. കപ്പ് കേക്ക് ആയാലും അല്ലാണ്ടും എല്ലാം ഉണ്ട്. പ്ലം കേക്കും എല്ലാം ഉണ്ട് കേട്ടോ. ക്രീം കേക്ക് ആയാലും അങ്ങനെ. അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ ഇപ്പോഴത്തെ ഗേൾസൊക്കെ തൂക്കുന്ന ബാഗില്ലേ, സൈഡ് ബാഗ്, അത് 299 രൂപ. സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ സാലഡ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ഗുവൻ്റെ സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അധികം ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. അതിൽ കുറച്ച് സവോളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ ഉപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ പിന്നെ ഉപ്പിട്ട് കഴിച്ചത്. അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇവിടെ പിക്കിൾസ് പറയുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പിക്കിൾസാണ്. എത്രത്തോളം വെറൈറ്റീസ് ആയിരുന്നു. അതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ പിക്കിൾസ് കഴിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല അധികം. അതുകൊണ്ട് തന്നെ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു 2-3 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജാം, നല്ല വെറൈറ്റി ജാം ഉണ്ടായിരുന്നു. എല്ലാം പ്രൈസ് കുറവാണ് കേട്ടോ. 100 ഗ്രാമൊക്കെ 11 രൂപ, 14 രൂപ, 21 രൂപ അതൊക്കെ ഉള്ളൂ കേട്ടോ 100 ഗ്രാം എടുക്കുകയെന്നുണ്ടെങ്കിൽ. അതുപോലെ ഈ പിക്കിൾസൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം വെച്ച് എടുത്താലും ഒരു 10, 15, 20 ആ ഒരു പ്രൈസ് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതേ ഒരു കപ്പ്, അതുപോലെ ഇവിടെ പാന് കാര്യങ്ങൾ, കുക്കറൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. 2 സംതിങ് ഒക്കെ ആയിരുന്നു കേട്ടോ 3 കുക്കർ വരുന്നത്. അങ്ങനെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്.
ഇതേ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പ്രൈസൊക്കെ ഉണ്ട്. ഇതിൽ ഓഫറൊന്നും ഇവിടെ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ പോവാണ്. വെറൈറ്റി ബൗൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടീ കപ്പ് ഇത് 199 രൂപയാണ് കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എടുക്കണം. ഇപ്പോൾ ഓഫർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ 6 പീസാണ് കേട്ടോ അതിൽ വരുന്നത്. അത് നല്ല ഇതായി തോന്നി. മീഷോയിൽ നിന്നായാലും ഈ ഒരു പ്രൈസിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മീഷോയിലൊക്കെ കിട്ടുന്നതിനേക്കാളും പ്രൈസ് കുറവായിട്ട് തന്നെ കിട്ടിയെന്ന് തോന്നി. എല്ലാം കഴിഞ്ഞ് ബില്ല് ചെയ്യുന്ന അവിടെ വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കര പാടുപെട്ടു കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ നമ്മൾ വീട്ടിലെത്തിയിട്ട് രാത്രി തന്നെ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചോക്ലേറ്റ് പോലുള്ള ഈ ഒരു ബോള് മധുരമുള്ളതാണ് കേട്ടോ. 119 രൂപയാണ്. ഇതേ പ്രിങ്കിൾസ് ഇതൊക്കെ റേറ്റ് കുറവുള്ള തന്നെയാണ് കേട്ടോ. ഇതേ നമ്മൾ കിവിൻ്റെ ജാം വാങ്ങിയിട്ടുണ്ടായിരുന്നു, പൈനാപ്പിളിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു മിക്സ്ഡ് ഫ്രൂട്ട്. ഇത് മിക്സ്ഡ് ഫ്രൂട്ടാണ് കേട്ടോ. ഇതുപോലെ 100 ഗ്രാം എടുക്കുന്ന സമയത്തൊക്കെ പ്രൈസ് കുറവായിരിക്കും. ഇത് 100 ഗ്രാമിനും കുറച്ച് കൂടുതലുണ്ടാവും. അപ്പം 100 ഗ്രാം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിന് ചെറിയ ഗ്രാമൊക്കെ കൂടുമ്പോഴാണ് പ്രൈസിൽ മാറ്റം വരുന്നത്. ഇത് പിക്കിൾസ് ആണ് കേട്ടോ. മാംഗോ, പിന്നെ ഗാർലിക്, വെളുത്തുള്ളീൻ്റെ വാങ്ങിയിട്ടായിരുന്നു. ലൂബിക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അച്ചാർ ഇട്ടതും കഴിച്ചിട്ടില്ല, അല്ലാത്തതും കഴിച്ചിട്ടില്ല. അപ്പോൾ അതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. പിന്നെ നമ്മൾ ഗ്രീൻ പീസ്, അങ്ങനെയുള്ള ചെറുപയർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതേ ലൂസാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ നമ്മൾ എത്രയാണോ വേണ്ടത് അത് പറഞ്ഞിട്ട് അങ്ങനെ അവർ പാക്ക് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി എടുത്തില്ല കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ 100 ഗ്രാമൊന്നുമില്ല, അതിൻ്റെ മുകളിലേക്കാണുള്ളത്. പിന്നെ ഇതേ വെല്ലം, മൈദമാവ്, അങ്ങനെ കൈമ റൈസൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ സവോളയൊക്കെ നമ്മുടെ 19 രൂപ ഉള്ളൂ കേട്ടോ. അതൊക്കെ നല്ല ലാഭമാണ്, നല്ല ഫ്രഷ് ആണല്ലോ. പിന്നെ അതേ നമ്മുടെ 5 ലിറ്ററിൻ്റെ വാഷിംഗ് മെഷീൻ്റെ ലിക്വിഡ്, അതൊക്കെ ഇത് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സിന്തോൾ വാങ്ങി, അതൊരു 4 പീസ് വരുന്നത്. ഇതാണ് നമ്മുടെ ടീ കപ്പ് കേട്ടോ. അത് നല്ലൊരു അടിപൊളിയായിരുന്നു കേട്ടോ കിട്ടിയത്. ഞാൻ കുറേ നാളായി നോക്കുന്നു. മീഷോയിലൊക്കെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിക്കാമെന്ന് കരുതിയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കണ്ടപ്പോൾ അത് വേഗം എടുത്തു കേട്ടോ. ഇംപെക്സിൻ്റെയാണ്. അപ്പോൾ പിന്നെ കമ്പനി കുഴപ്പമില്ലല്ലോ. ഇതേ ഡാർക്ക് ഫാൻറ്റസി മക്കൾക്ക് കഴിക്കാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചിലവായിരിക്കുന്നത്. സാധനങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഫുഡിൻ്റെ സെക്ഷനിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നും കാണുമ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാനും കഴിക്കാനൊക്കെ തോന്നും. അപ്പോൾ അവിടെ നമ്മൾ സാധാരണ പുറത്തൊക്കെ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബില്ലിട്ടിട്ട് പോകും. ആ സാധനങ്ങൾ പറയും, അവരെടുത്തേരും വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ബില്ല് കുറയും. ഇവിടെ ആകുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ പോയി കഴിഞ്ഞാൽ ഓരോന്നും കണ്ടെടുക്കുമ്പോൾ സാധനങ്ങൾ വിചാരിച്ചൊന്നും ആയിരിക്കില്ല, അതിലും കൂടുതലായി പോവും. അതായത് മോനാണ് കേട്ടോ പൊട്ടിച്ച് തരുന്നത്. അവനിക്ക് പൊട്ടിച്ച് തരാൻ ഭയങ്കര ആഗ്രഹം. എങ്കിൽ പിന്നെ അവൻ പൊട്ടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവൻ പൊട്ടിച്ച് തരികയാണ് ഓരോന്നായിട്ട്. ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ, നല്ല കളർഫുള്ളായിട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. താഴത്തെ ബോക്സിന് നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 2 കിലോ ഒക്കെ അതിനേക്കാളും ഉണ്ടെന്ന് തോന്നുന്നു. അത്രയും റൈസൊക്കെ കൊള്ളും. അത്യാവശ്യം ക്വാളിറ്റിയും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇതേതാ ഷെഫ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കമ്പനീൻ്റെ പേര്. കുഴപ്പമില്ലായിരുന്നു, ഉപയോഗിച്ചിട്ടില്ല. അതിൻ്റെ ബ്ലേഡ് കുറച്ച് ഒരുപാട് തിക്നെസ് കുറച്ച് കുറവായിരുന്നു കേട്ടോ. ബട്ടർഫ്ലൈൻ്റെ ഒക്കെ നല്ല തിക്നെസ് ഉണ്ടായിരുന്നു ബ്ലേഡ്. പക്ഷെ അത് വേഗം കംപ്ലൈൻ്റ് ആയി. ഞാനത് റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരുന്നു വാങ്ങിയിരുന്നത്. പക്ഷെ അത് എനിക്ക് കുറച്ച് തവണ യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതേ അടുത്തത് ഇങ്ങനെ പ്രസ് ചെയ്താണ് കേട്ടോ വാങ്ങിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു ബട്ടൺ ഉണ്ട് ലോക്ക് ചെയ്യാനും ലോക്ക് എടുത്ത് വിടാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെയുണ്ട് ഇത് യൂസ് ചെയ്യുന്നത്. മറ്റേതാവുമ്പോൾ തന്നെ വലിക്കണ്ടേ. ഇതാകുമ്പോൾ പ്രസ് ചെയ്താൽ മതിയല്ലോ, കുറച്ചുകൂടി ഈസിയാവും. പക്ഷെ എത്രത്തോളം നിൽക്കും എന്നുള്ളത് അറിയില്ല. എല്ലാ വീട്ടിലും ഉള്ളതായിരിക്കും അല്ലേ. ഞാനിങ്ങനെയാണ് കേട്ടോ ഈ സാലഡും കാര്യങ്ങളൊക്കെ കഴിച്ചതൊക്കെ ബോക്സുകളൊക്കെ കുറേ നാളത്തേക്ക് അത് പൊട്ടുന്നവരെയൊക്കെ എന്തെങ്കിലും ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യും കേട്ടോ. ഇത് നമ്മൾ യോഗേട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാംഗോൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ റോസിൻ്റെ അങ്ങനെ ആയിരുന്നു കേട്ടോ ഫ്ലേവർ, എനിക്ക് ഓർമ്മയില്ല. അത് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഇനി നമ്മൾ സൂഡിയോൻ്റെ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അവിടെ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നെക്സ്റ്റ് അടുത്ത ദിവസം കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.